76 വയസ്സായി അമ്മയ്ക്ക്. അമ്മയുടെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. സുഖമില്ലെങ്കിലും അമ്മയുടെ പണിയും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരു കലത്തിൽ കഞ്ഞിയും വെച്ച് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് കറിയാക്കുന്നു, ചോറാക്കി. ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോയി അമ്മയ്ക്ക് ഭയങ്കര വിഷമമാകും. അതുകൊണ്ട് ആക്കി കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തി ഇരിക്കുക. ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും വിറകടുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇവർ ഗ്യാസൊന്നും ഉപയോഗിക്കുകയല്ല. ഞങ്ങൾക്കിവിടെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാ ചെയ്യാനാ. അതുകൊണ്ട് ഇഷ്ടം പോലെ വിറക് അടുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു വീട് നിറച്ചും വിറകാണ്. എനിക്കിവിടെ നിൽക്കാനും നേരമില്ല. പക്ഷെ കഴിക്കാതെ പോയാൽ അമ്മയ്ക്ക് വിഷമാകുമല്ലോ എന്ന് ഓർത്തിട്ട് വേഗം കറിയാക്കുവാണ്. കഴിക്കാതെ പോയി എനിക്കും ഒരു വിഷമായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ചോറ് കഴിച്ചേക്കാം. ഞാൻ അമ്മേനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അമ്മ ഭയങ്കര പണി. ഇപ്പം 12 മണിക്ക് ചെന്നിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ അമ്മ വാരിക്കെട്ടി ഓസൊക്കെ എടുത്ത് നടക്കുന്നു. അമ്മയ്ക്ക് കുറച്ച് വെറ്റയൊക്കെ ഉണ്ട്. അതൊക്കെ നനച്ച് പിടിച്ച് വെള്ളം കോരി ഞാനും കുറച്ച് സഹായിച്ചു കൊടുത്ത്. അതെല്ലാം ഓസൊക്കെ പൊട്ടിച്ച് കളയുമെന്നും പറഞ്ഞിട്ട് എല്ലാം വൃത്തിയായിട്ട് എടുത്തു വെക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ അമ്മേൻ്റെ 5-6 വെറ്റക്കൊടിയൊക്കെ ഉണ്ട്. ഇതാ ആശുപത്രി പോകാൻ പറഞ്ഞ സമയത്തും അമ്മ ഇതിന് വെള്ളം കോരി നടക്കുക. ഞാൻ ആശുപത്രി കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരുന്നിട്ട് 2.5 മണിക്കൂറായി. ഇതൊക്കെ അമ്മയുടെ വെറ്റക്കൊടിയൊക്കെയാണ്. ഇന്നലെ ഛർദിയായിട്ട് അഡ്മിറ്റായ രോഗിയാണ്. ഇന്ന് ഡോക്ടറെ കാണാൻ പോകാൻ പറയുമ്പോഴത്തേക്ക് ഉള്ള വെറ്റക്കൊടി മൊത്തം നനച്ചു, ഷീറ്റ് വാരി ഉണങ്ങാനിട്ടു, അണ്ടി പെറുക്കൽ, എന്തെല്ലാം പരിപാടിയാണെന്നറിയാമോ. പ്രായമായ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക എത്ര രോഗം വന്നാലും. ഞാൻ അമ്മയും കൂട്ടി ആശുപത്രി പോയി മരുന്നും വാങ്ങി വീട്ടിൽ കൊണ്ടാക്കി. ഇനി തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്.